വഖഫ് ബില്ലിനെ അനുകൂലിച്ച് കേരളത്തിൽ നിന്നുള്ള എംപിമാർ വോട്ട് ചെയ്യണമെന്ന KCBCയുടെ നിലപാടിനെ സ്വാഗതം ചെയ്ത് കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജുവും നിർമ്മല സീതാരാമനും. സങ്കുചിത താൽപര്യങ്ങൾ മാറ്റിവെച്ച് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാനാണ് ജനപ്രതിനിധികൾ ശ്രമിക്കേണ്ടതെന്നും അതുകൊണ്ട് തന്നെ KCBCയുടെ നിലപാടിനെ പിന്തുണയ്ക്കണമെന്നുമാണ് കേന്ദ്രമന്ത്രിമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബജറ്റ് സമ്മേളനത്തിൽ തന്നെ വഖഫ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ജനപ്രതിനിധികൾ മുൻപത്തെ ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്കായി വോട്ട് ചെയ്യണമെന്നാണ് KCBC ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ഭരണഘടന അനുസൃതമല്ലാത്തതും അന്യായവുമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യുന്നതിനനുകൂലമായി ജനപ്രതിനിധികൾ വോട്ട് ചെയ്യണമെന്ന് KCBCക്ക് വേണ്ടി പ്രസിഡന്റ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കാത്തോലിക്ക ബാവ ആവശ്യപ്പെട്ടിരുന്നു. മുൻപത്തെ ജനങ്ങൾ നിയമാനുസൃതമായി കൈവശം വെച്ച് അനുഭവിക്കുന്ന ഭൂമിമേലുള്ള റവന്യൂ അവകാശങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കാത്തവണ്ണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന അന്യായമായ അവകാശവാദങ്ങളെ സാധൂകരിക്കുന്ന വകുപ്പുകൾ ഭേദഗതി ചെയ്യപ്പെടുക തന്നെ വേണം. മുനമ്പക്കാർക്ക് ഭൂമി വിറ്റ വഖഫ് കോളേജ് തന്നെ പ്രസ്തുത ഭൂമി ദാനമായി ലഭിച്ചതാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കെ എതിർവാദം ഉന്നയിക്കത്തക്ക വിധമുള്ള വകുപ്പുകൾ വഖഫ് നിയമത്തിലുള്ളത് ഭേദഗതി ചെയ്യാൻ ജനപ്രതിനിധികൾ സഹകരിക്കണമെന്ന് കേരളത്തിലെ എംപിമാരോട് KCBC പ്രസിഡന്റ് കർദിനാൾ മാർ ക്ലീമീസ് കാത്തോലിക്ക ബാവ, വൈസ് പ്രസിഡന്റ് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, സെക്രട്ടറി ജനറൽ ബിഷപ്പ് ഡോക്ടർ അലസ് വടക്കുംതല എന്നിവർ ആവശ്യപ്പെട്ടിരുന്നു. മുനമ്പം വിഷയം ഉയർത്തിക്കാട്ടിയാണ് കേരളത്തിലെ മുഴുവൻ എംപിമാരുടെയും പിന്തുണ വേണമെന്ന് KCBC ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതാണ് വഖഫ് ബില്ലിനെ എതിർക്കാനുള്ള കോൺഗ്രസ് തീരുമാനത്തിന് വെല്ലുവിളിയായിരിക്കുന്നത്. UDFന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ വഖഫ് ബില്ലിൽ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത്. അതേസമയം KCBC നിലപാട് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു പിടിവള്ളിയായാണ് വിലയിരുത്തുന്നത്. വഖഫ് ബില്ലിനെ സ്വാഗതം ചെയ്തുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസും ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്.